നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേരള PSC ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന 55 പുതിയ വിജ്ഞാപനങ്ങളെക്കുറിച്ചാണ്. ഏകദേശം 100-ലധികം സർക്കാർ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് കേരള PSC വഴി നടത്തുവാൻ പോകുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടാണ് ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിനിമം SSLC യോഗ്യതയുള്ളവർക്ക് മുതൽ PG യോഗ്യതകളുള്ളവർക്ക് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന വ്യത്യസ്ത ഒഴിവുകളാണ് കേരള PSCയിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ പോസ്റ്റുകൾക്കും വേണ്ട ക്വാളിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇതാണ് കേരള PSC 16/8/2021 ഓഗസ്റ്റ് 16 റിലീസ് ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പേജ്. ഈ ഒരു പേജിൽ നമുക്കിവിടെ കാണുവാൻ കഴിയും കാറ്റഗറി നമ്പർ 287 മുതൽ കാറ്റഗറി നമ്പർ 341 വരെയുള്ള 55ഓളം വിജ്ഞാപനങ്ങളാണ് കേരള PSC ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന എല്ലാ ഒഴിവുകളിലേക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 22 ആണ്. സെപ്റ്റംബർ 22 മുന്നേ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിലേക്ക് യോഗ്യരായിട്ടുള്ള ആളുകൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് കാറ്റഗറി നമ്പർ 287/2021 മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പീഡിയാട്രിക് നെഫ്രോളജിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പറയുന്ന വിഷയത്തിൽ യോഗ്യതകളുള്ള അധ്യാപക യോഗ്യതകളുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. ഒരു ഒഴിവാണുള്ളത്. 25 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് DM അല്ലെങ്കിൽ DNB പീഡിയാട്രിക് നെഫ്രോളജി, അതല്ലെങ്കിൽ MD അല്ലെങ്കിൽ DNB പീഡിയാട്രിക്സ് വിത്ത് DM ഓർ DNB നെഫ്രോളജി ഉള്ളവർക്കും അപേക്ഷിക്കാം. 3 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടുണ്ട്. അതുപോലെ തന്നെ പെർമനന്റ് രജിസ്ട്രേഷൻ അണ്ടർ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകേണ്ട. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 288/2021 കേരള കോളേജിയറ്റ് എഡ്യൂക്കേഷനിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റാണ്. 4 ഒഴിവുകളാണ് ഈ ഒരു പോസ്റ്റിലുള്ളത്. 22 മുതൽ 40 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. PG യോടൊപ്പം അധ്യാപക യോഗ്യതകൾ കൂടിയുള്ള സുഹൃത്തുക്കൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഈ പറയുന്ന വിഷയത്തിൽ PG യോടൊപ്പം അധ്യാപക യോഗ്യതകൾ കൂടിയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷനും അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ തന്നെയാണ്. കാറ്റഗറി നമ്പർ 289/2021 കേരള കോളേജിയറ്റ് എഡ്യൂക്കേഷനിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോടെക്നോളജി പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. 3 ഒഴിവുകളാണ് ഈ ഒരു പോസ്റ്റിലുള്ളത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 22 മുതൽ 40 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഈ പറയുന്ന വിഷയത്തിൽ PG യോടൊപ്പം അധ്യാപക യോഗ്യതകൾ കൂടിയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 290/2021 കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡ്രഗ്സ് ഇൻസ്പെക്ടർ ആയുർവേദ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലുള്ളത്. 55,200 മുതൽ 1,15,300 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ഈ ഒരു പോസ്റ്റ് ലഭിക്കുക. 3 ഒഴിവുകളാണ് ഈ ഒരു പോസ്റ്റിൽ നിലവിലുള്ളത്. 21 മുതൽ 36 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത ആയുർവേദത്തിലോ അല്ലെങ്കിൽ സിദ്ധയിലോ അല്ലെങ്കിൽ യുനാനിയിലോ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഫാർമസി ആയുർവേദ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന ഡ്രഗ്സ് ഇൻസ്പെക്ടർ ആയുർവേദ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 291/2021 ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ലൈബ്രറിയൻ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. 36,600 മുതൽ 79,200 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ലൈബ്രറിയൻ പോസ്റ്റ് ലഭിക്കുക. 2 ഒഴിവുകളാണുള്ളത്. 18 മുതൽ 36 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലൈബ്രറി സയൻസിൽ ഡിഗ്രി കഴിഞ്ഞവർക്കാണ് ഈ ഒരു ലൈബ്രറിയൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടുത്തത് ലെക്ചറർ ഗ്രേഡ് 1 റൂറൽ ഇൻഡസ്ട്രീസിലേക്കുള്ള പോസ്റ്റാണ്. റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ഈ പറയുന്ന ഒഴിവുള്ളത്. ഒരു ഒഴിവാണുള്ളത്. എന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. അതായത് നിലവിൽ ഗവൺമെന്റ് സർവീസിലുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 293/2021 ഡ്രാഫ്റ്റ്സ്മാൻ കം സർവേയർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് ഈ പറയുന്ന ഒഴിവുള്ളത്. 31,100 മുതൽ 66,800 രൂപ വരെയുള്ള ഒരു സാലറിയാണ് ഈ ഒരു പോസ്റ്റ് ലഭിക്കുക. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. SSLC-യോടൊപ്പം സർവേയിങ് ആൻഡ് ലെവലിംഗ്, അതുപോലെ തന്നെ ജിയോമെട്രിക് ഡ്രോയിങ്, മെൻസുരേഷൻ, എർത്ത് വർക്ക് ആൻഡ് റോഡ് മാർക്കിംഗ്, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ KGT MGT യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. അതല്ലെങ്കിൽ SSLC-യോടൊപ്പം
ഡയറക്ടർ ജനറൽ ഓഫ് സെറ്റിൽമെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇൻ സർവേയർ ട്രേഡ് സർട്ടിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് സ്കീമിന്റെ 18 മാസത്തെ കോഴ്സ് ഉണ്ട്, അതിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 294/2021 ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 29,200 മുതൽ 62,400 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ഈ ഒരു പോസ്റ്റ് ലഭിക്കുക. ഒരു ഒഴിവാണ് നിലവിലുള്ളത്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ 2 കാറ്റഗറി നമ്പേഴ്സ് ആണ് നൽകിയിരുന്നത്. 295/2021 296/2021 ആണ്. 2 പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഈ ഒരു നോട്ടിഫിക്കേഷനിലാണ് നൽകിയിരിക്കുന്നത്. ആദ്യത്തെ പോസ്റ്റ് ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഒരു ഒഴിവാണുള്ളത്. അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇൻസ്ട്രുമെന്റ് ടെക്നോളജിയിലും ഒരു ഒഴിവാണുള്ളത്. 62,400 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ഈ ഒരു പോസ്റ്റുകൾക്ക് ലഭിക്കുക. 18 മുതൽ 36 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത ഈ പറയുന്ന വിഷയങ്ങളിൽ ഡിപ്ലോമയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത. അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഇൻസ്ട്രുമെന്റ് ടെക്നോളജിയിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കുമാണ് അപേക്ഷിക്കാനുള്ള അവസരം. യോഗ്യരായിട്ടുള്ള ആളുകൾ അപേക്ഷിക്കുക. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 297/2021 മെയ്റ്റ് മൈൻസ് പോസ്റ്റുകളാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലാണ് ഈ പറയുന്ന ഒഴിവുള്ളത്. 27,820 മുതൽ 70,670 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ലഭിക്കുക. 2 ഒഴിവുകളാണ് ഈ ഒരു പോസ്റ്റിൽ ഉള്ളത്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. മെയ്റ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പീറ്റൻസി മെറ്റലിഫെറസ് ഗ്രാൻഡഡ് അണ്ടർ മൈൻസ് ആക്ട് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ പറയുന്ന മെയ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 298/2021 കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. 45,800 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ലഭിക്കുക. 28 ഒഴിവുകളാണ് ഈ ഒരു LD ടൈപ്പിസ്റ്റ് പോസ്റ്റിലുള്ളത്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് KGTE, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അതിന് തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. ഈ പറയുന്ന 2 ക്വാളിഫിക്കേഷൻസും ഉള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം KGTEയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ 3 ക്വാളിഫിക്കേഷൻസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പറയുന്ന 3 ക്വാളിഫിക്കേഷൻസും ഉള്ള സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന LD ടൈപ്പിസ്റ്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 299/2021 ആണ്. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്ക് ഫീൽഡ് സൂപ്പർവൈസർ ഗ്രേഡ് 2 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഒരു ഒഴിവാണുള്ളത്. 41,500 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ഈ ഒരു ഫീൽഡ് സൂപ്പർവൈസർ ഗ്രേഡ് 2 പോസ്റ്റിന് ലഭിക്കുക. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത എന്ന് പറയുന്നത് SSLCയോടൊപ്പം സർട്ടിഫിക്കറ്റ് ഇൻ അഗ്രികൾച്ചർ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഗവൺമെന്റ് അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നേടിയെടുത്ത സർട്ടിഫിക്കറ്റ് ഇൻ അഗ്രികൾച്ചറും SSLC യോഗ്യതകളുമുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 300/2021 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള പ്രോഗ്രാമർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 24,500 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രീ റിവൈസ്ഡ് ആണെന്ന് ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. ഒരു ഒഴിവാണ് പ്രോഗ്രാമർ പോസ്റ്റിലുള്ളത്. 22 മുതൽ 40 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യതകൾ ഇതെല്ലാമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. MCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ BTechനോടൊപ്പം തന്നെ PGDCE ഉള്ളവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അതല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള സുഹൃത്തുക്കൾക്ക് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന പ്രോഗ്രാമർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മളിപ്പോൾ പരിശോധിച്ച അതേ പ്രോഗ്രാമർ പോസ്റ്റിന് തന്നെ സൊസൈറ്റി കാറ്റഗറി ഒഴിവുകളുമുണ്ട്. അത് നിലവിൽ ഈ പറയുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ വർക്ക് ചെയ്യുന്ന 3 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ആ പറയുന്ന സൊസൈറ്റി കാറ്റഗറി പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 302/2021 ആണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ഇന്റേണൽ ഓഡിറ്റർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 17,900 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രീ റിവൈസ്ഡ് സാലറിയാണിത്. ഒരു ഒഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കളാണ് ഈ ഒരു ഇന്റേണൽ ഓഡിറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ആവശ്യപ്പെട്ടിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് 3 വ്യത്യസ്ത ക്വാളിഫിക്കേഷനാണ് ആവശ്യപ്പെട്ടത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. MCOMനോടൊപ്പം HDC അല്ലെങ്കിൽ JDC കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ BCom കോർപ്പറേഷനോടൊപ്പം ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ CA അല്ലെങ്കിൽ ICWA പാസ്സായ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. അതുമല്ലെങ്കിൽ BComനോടൊപ്പം തന്നെ ഇന്റർമീഡിയറ്റ് CA അല്ലെങ്കിൽ ICWA കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഈ പറയുന്ന 3 ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് ഇന്റേണൽ ഓഡിറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മളിപ്പോൾ പരിശോധിച്ച ഇന്റേണൽ ഓഡിറ്റർ പോസ്റ്റ് തന്നെ സൊസൈറ്റി കാറ്റഗറി പോസ്റ്റും ഉണ്ട്. അതായത് നിലവിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ വർക്ക് ചെയ്യുന്ന 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ആ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക.
അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 304/2021 കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഓവർസിയർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 10,790 രൂപയുള്ള ഒരു പേ സ്കെയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രീ റിവൈസ്ഡ് സാലറിയാണിത്. 5 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന ഓവർസിയർ ഗ്രേഡ് 2 പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 305/2021 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് കെമിസ്റ്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 19,250 രൂപയുള്ള ഒരു പേ സ്കെയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഒഴിവാണ് നിലവിൽ കെമിസ്റ്റ് പോസ്റ്റിലേക്ക് ഉള്ളത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന 2 ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മിനിമം 60% മാർക്കോടുകൂടി BSc കെമിസ്ട്രി പാസ്സായ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ MSc കെമിസ്ട്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. BSc കെമിസ്ട്രി അല്ലെങ്കിൽ MSc കെമിസ്ട്രി കഴിഞ്ഞ സുഹൃത്തുക്കളാണ് ഈ പറയുന്ന കെമിസ്റ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇനി ഇതേ കെമിസ്റ്റ് പോസ്റ്റിന്റെ തന്നെ സൊസൈറ്റി കാറ്റഗറി ഒഴിവുകളുമുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലുള്ളവർക്കാണ് ആ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 307/2021 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് തന്നെ കാഷ്യർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 6,300 മുതൽ 19,250 രൂപയുള്ള ഒരു പേ സ്കെയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് പ്രീ റിവൈസ്ഡ് സാലറിയാണ്. ഒരു ഒഴിവാണ് ഈ ഒരു കാഷ്യർ പോസ്റ്റിലുള്ളത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഈ പറയുന്ന 3 വ്യത്യസ്ത ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന കാഷ്യർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആദ്യത്തെ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിൽ നേടിയെടുത്ത ഡിഗ്രിയോടൊപ്പം HDC അല്ലെങ്കിൽ JDC സർട്ടിഫിക്കറ്റ് ആണ്. അതല്ലെങ്കിൽ BCom കോർപ്പറേഷൻ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അതായത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഡിഗ്രി കോഴ്സാണ് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. ഇത് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന 3 വ്യത്യസ്ത ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന കാഷ്യർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതേ കാഷ്യർ പോസ്റ്റിന്റെ തന്നെ സൊസൈറ്റി കാറ്റഗറി ഒഴിവുകളുമുണ്ട്. എന്നാൽ അതിലേക്ക് ഈ പറയുന്ന സ്ഥാപനത്തിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. നിലവിൽ സർവീസിലുള്ളവർക്കാണ് ആ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 309/2021 വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും കമ്പനികളിലേക്കുമുള്ള റിക്രൂട്ട്മെന്റ് ആണ്. സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് 2, വാച്ചർ ഗ്രേഡ് 2 തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 13 ഒഴിവുകളാണുള്ളത്. ഓരോ സ്ഥാപനത്തിനനുസരിച്ചായിരിക്കും സാലറി ലഭിക്കുക എന്ന കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന പോസ്റ്റിലേക്ക് 18 മുതൽ 45 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, മിനിമം 3 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ആംഡ് ഫോഴ്സസ്, അതായത് ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങിയുള്ള ഫോഴ്സുകളിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലുമുള്ള എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത പോസ്റ്റ് ഹൈസ്കൂൾ ടീച്ചർ സാൻസ്ക്രിറ്റ് പോസ്റ്റാണ്. എന്നാൽ ഇത് ബൈ ട്രാൻസ്ഫർ പോസ്റ്റാണ്. അതായത് നിലവിൽ സർക്കാർ സർവീസിലുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ തന്നെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറെയും ആവശ്യമുണ്ട്. സാൻസ്ക്രിറ്റിൽ തന്നെയാണ്. അതും ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. നിലവിൽ സർവീസിലുള്ള അധ്യാപക യോഗ്യതകളുള്ള സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 312/2021 ആയുർവേദ കോളേജസിലേക്കുള്ള നഴ്സ് ഗ്രേഡ് 2 ആയുർവേദ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 45,800 രൂപ വരെയുള്ള ഒരു സാലറി സ്കെയിലാണ് ഈ ഒരു നഴ്സ് ഗ്രേഡ് 2 ആയുർവേദ പോസ്റ്റ് ലഭിക്കുക. ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ കേരള PSC ലോഗിൻ ചെയ്തതിനു ശേഷം ഡിസ്ട്രിക്ട് വൈസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒഴിവുകൾ കാണുവാൻ സാധിക്കുക. കണ്ണൂർ ജില്ലയിൽ 2 ഒഴിവുകളാണുള്ളത്. 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത എന്ന് പറയുന്നത് SSLC പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ആയുർവേദ നഴ്സ് കോഴ്സ്, ഗവൺമെന്റ് അംഗീകരിച്ച ആയുർവേദ നഴ്സ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. SSLCയോടൊപ്പം ഗവൺമെന്റ് അംഗീകൃത ആയുർവേദ നഴ്സ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. യോഗ്യരായിട്ടുള്ള ആളുകൾ അപേക്ഷിക്കുക. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 313/2021 ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിന് കീഴിലുള്ള MLA ഹോസ്റ്റലിലേക്ക് അമീനിറ്റീസ് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഡിസ്ട്രിക്ട് വൈസ് തിരുവനന്തപുരത്താണ് ഈ പറയുന്ന 2 ഒഴിവുകളുള്ളത്. 39,500 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ഈ ഒരു പോസ്റ്റിന് ലഭിക്കുക. 18 മുതൽ 36 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത എന്ന് പറയുന്നത് SSLCയും ഫിസിക്കൽ ഫിറ്റ്നസ്സുമാണ്. അപ്പോൾ ആരോഗ്യമുള്ള SSLC പാസ്സായ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന്, സ്ത്രീകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. അപ്പോൾ എന്തായാലും SSLCയോടൊപ്പം ഫിസിക്കൽ ഫിറ്റ്നസ് കൂടിയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കേരള PSC ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടി വരും. ഫിസിക്കൽ ടെസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. നിങ്ങൾക്കൊരു ഫിസിക്കൽ ഫിറ്റ്നസ്, നോർമൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. SSLC യോഗ്യത ഉള്ളവർക്കെല്ലാം അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 314/2021 ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡ്രില്ലിംഗ് അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. 3 ഒഴിവുകളാണുള്ളത്. ഇത് SC ST കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. 41,500 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ഈ ഒരു പോസ്റ്റിന് ലഭിക്കുക.
18 മുതൽ 41 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഡീസൽ അല്ലെങ്കിൽ മോട്ടോർ മെക്കാനിക്കൽ ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ പറയുന്ന ഡ്രില്ലിംഗ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC/ST കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. പിന്നീട് വരുന്ന 6 അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ്. ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ, ജനറൽ മെഡിസിൻ, കാർഡിയോ വാസ്കുലർ ആൻഡ് തൊറാസിക് സർജറി, ന്യൂറോ സർജറി, കമ്മ്യൂണിറ്റി മെഡിസിൻ, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് ആണ് ഇനിയുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം. അപ്പോൾ എന്തായാലും ഈ പറയുന്ന വിഷയങ്ങളിൽ PGയോടൊപ്പം അധ്യാപക യോഗ്യതകൾ കൂടിയുള്ള സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് NCA നോട്ടിഫിക്കേഷൻസ് ആണ്, സ്പെഷ്യൽ കാറ്റഗറി നോട്ടിഫിക്കേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ജനറൽ കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. NCA കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കളാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 324/2021. ഇതും NCA നോട്ടിഫിക്കേഷൻ തന്നെയാണ്. ഇത് സൊസൈറ്റി കാറ്റഗറി നോട്ടിഫിക്കേഷൻ ആണ്. അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്കുള്ള അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ നിലവിൽ ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. 50 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് ജനറൽ കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. അടുത്തത് ക്ലർക്ക് ഗ്രേഡ് 1 പോസ്റ്റാണ്. ഇതും സൊസൈറ്റി കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. SC കാറ്റഗറിയിലുള്ള ഈ പറയുന്ന സ്ഥാപനത്തിൽ നിലവിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കാണ്, സൊസൈറ്റി കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾക്കാണ് ഈ പറയുന്ന ക്ലർക്ക് ഗ്രേഡ് 1 പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 326/2021. ഇതും NCA നോട്ടിഫിക്കേഷൻ ആണ്. ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡിലേക്കുള്ള സെക്യൂരിറ്റി ഗാർഡ് റിക്രൂട്ട്മെന്റ് ആണ്. 4525 വരെയുള്ള ഒരു സ്കെയിൽ ഓഫ് പേ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് പ്രീ റിവൈസ്ഡ് സാലറിയാണ്. NCA വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഒരു ഒഴിവാണുള്ളത്. 18 മുതൽ 48 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. SSLC ഫെയിലായ, അതുപോലെ തന്നെ ആർമഡ് ഫോഴ്സസിൽ ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങിയിട്ടുള്ള ഫോഴ്സസുകളിൽ മിനിമം 3 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള എക്സ്-സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനാണ് ഈ പറയുന്ന സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത ഹൈസ്കൂൾ ടീച്ചർ 2 NCA നോട്ടിഫിക്കേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലേക്കുള്ള NCA നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ജനറൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ കഴിയുകയില്ല. NCA നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് NCA കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം പോസ്റ്റ് ഉണ്ട്. അതും NCA നോട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി, പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക്, പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലേക്കും LPS അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കീഴിൽ ഈ പറയുന്ന ഒഴിവുകളും അവൈലബിൾ ആണ്. ഈ പറയുന്ന 3 നോട്ടിഫിക്കേഷൻസും NCA നോട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ബ്രാഞ്ച് മാനേജർ, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് ബ്രാഞ്ച് മാനേജർ പോസ്റ്റ് ഉണ്ട്. അതും NCA നോട്ടിഫിക്കേഷൻ ആണ്. ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ്. എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെയുള്ളത്. SC അതുപോലെ തന്നെ LCAI OBC കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. 19,670 മുതൽ 55,090 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ബ്രാഞ്ച് മാനേജർ പോസ്റ്റുകളിലേക്ക് ലഭിക്കുക. 18 മുതൽ 45 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയോടൊപ്പം HDC അല്ലെങ്കിൽ BM കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ HDC അല്ലെങ്കിൽ HDCM യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചവർക്കും അപേക്ഷിക്കാം. അതല്ലെങ്കിൽ BCom കോർപ്പറേഷൻ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് MBA അല്ലെങ്കിൽ CA അല്ലെങ്കിൽ MCom അല്ലെങ്കിൽ MSc കോർപ്പറേഷൻ ബാങ്കിങ് ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒന്ന് കൂടി ഈ പറയുന്ന ഡിഗ്രിയോടൊപ്പം ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന ബ്രാഞ്ച് മാനേജർ NCA നോട്ടിഫിക്കേഷനുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഈ പറയുന്ന കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾക്ക് മാത്രമേ, ഈ പറയുന്ന കമ്മ്യൂണിറ്റികളിലുള്ള സുഹൃത്തുക്കൾക്ക് മാത്രമേ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസിലുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എന്തായാലും അത്തരത്തിൽ 55ഓളം വ്യത്യസ്ത നോട്ടിഫിക്കേഷനുകളാണ് കേരള PSC റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുക. ഞാൻ എന്തായാലും ഈ ഒരു പേജിന്റെ ലിങ്ക് താഴെ നൽകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ 22 മുന്നേ തന്നെ യോഗ്യരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുക. കേരള PSC തുളസി വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. നോട്ടിഫിക്കേഷൻസ് പരിശോധിച്ച് നോക്കിയതിന് ശേഷം യോഗ്യരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ തന്നെ കേരള PSC ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഈ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. എല്ലാ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.